Hi all, welcome to Masterminds Education online classes. So, we are dealing with Srinarayan Guru Open University. UG first semester English for Communication course. So, we are class first block first unit start communication basic discuss language chapter language section print media mass communication face to face communication body language postures gestures facial expression next topic language language section chapter so class okay, so language language bhasha ennu parnal namukku nokkam meaning of language inde artham endana. The word language is derived from the Latin word lingua, means tongue alle tongue naakku enna artham varuna padamana endu Latin padamana endu lingua alle lingua enna Latin padathinte meaning endana tongue naavu ennanu. Okay, appo idil ninnanu language appo ee endana lingua enna Latin padathil ninnanu language enna vaakku vannittulladu derive ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഭാഷ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ ലാറ്റിൻ ആ ഒരു ലാംഗ്വേജ് എന്ന ഇംഗ്ലീഷ് വേർഡ് വന്നത് ഏത് പദത്തിൽ നിന്നാണ്? ലിംഗ്വ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Definition നോക്കാം നമുക്ക്. Language is the entire complex of phenomena associated with human vocal and auditory communication of emotions and ideas. അപ്പം language എന്ന് പറയുന്നത് എന്താണ്? It is the entire complex of phenomena associated with the human vocal and auditory communication of emotions and desires. അതായത് നമ്മൾ മനുഷ്യരുടെ വോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിറ്ററി കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഒരു ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇമോഷൻസിൻ്റെയും നമ്മളുടെ വികാരങ്ങൾ, മനുഷ്യർ അവരുടെ വികാരങ്ങൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്തകൾ, ഐഡിയാസ്, ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ വോക്കൽ അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആണ്. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, ഭാഷയുടെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് ഇൻഫോർമേറ്റീവ്, അതുപോലെ എക്സ്പ്രസീവ്, ഡയറക്റ്റീവ്, കൾച്ചർ. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമേറ്റീവ് ആണ് അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും അത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഭാഷയിലൂടെ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഭാഷയാണ് ഇതിലൊക്കെ ഒരു ഘടകം, പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ലാംഗ്വേജ് അല്ലേ, നമുക്കിങ്ങനെ ആ ഒരു ലാംഗ്വേജ് ഭാഷ ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം ഇനിയിപ്പോൾ എഴുതിയിട്ടാണെങ്കിലും സംസാരിച്ചിട്ടാണെങ്കിലും ഒക്കെ ആ ഒരു ഭാഷ വാക്കുകളുടെ സഹായത്തോടു കൂടിയാണ് അല്ലേ, ഒരു ഭാഷയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ഇൻഫർമേഷനും ഓരോ അറിവും ഓരോ വ്യക്തിയിലേക്കും നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫോർമേറ്റീവാണ്. പിന്നെന്താണ്? എക്സ്പ്രസീവാണ്. നമുക്ക് പറയാനുള്ള നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അല്ലെ? നമുക്ക് അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എക്സ്പ്രസീവാണ്. പിന്നെയോ ഡയറക്റ്റീവാണ്. പിന്നെയോ കൾച്ചറലാണ് അല്ലെ? ഓരോ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് സാംസ്കാരികമാണ് എന്ത്? ലാംഗ്വേജ്, ഭാഷ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്കാരത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളും സംസാരിക്കുന്ന ഭാഷ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പം പല നാട്ടിൽ പല സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ അവർക്കിടയിൽ സംസാരിക്കുന്ന ഒരു ഭാഷ അല്ലേ? ലാംഗ്വേജിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പല നാട്ടിൽ പോയാൽ പല രീതിയിലാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് അല്ലേ? ഭാഷയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ലാംഗ്വേജ് ഇപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ലാംഗ്വേജ് എന്താണ്? എക്സ്പ്രസീവ് ആണ്, അതുപോലെ ഇൻഫോർമേറ്റീവ് ആണ്, കൾച്ചറലാണ്, ഡയറക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. ഹ്യൂമൻ ലാംഗ്വേജ് മനുഷ്യ ഭാഷയുടെ പ്രധാന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. അത് മനുഷ്യ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചറാണ് എന്ത്? ക്രിയേറ്റിവിറ്റി അഥവാ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ച്, നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജ് മനുഷ്യ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ? നമുക്ക് വാട്ട് എവർ വി സ്പീക്ക് ഓർ ക്രിയേറ്റ് ഈസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ എന്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു, എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണോ നമ്മൾ സംസാരിക്കുന്നത് അതൊക്കെ എന്താണ്? പ്രൊഡക്ടിവിറ്റിയാണ്, നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണ്. സ്പീക്കിംഗ് ഇറ്റ് സെൽഫ്, സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു പ്രൊഡക്ടിവിറ്റിയാണ്. ഹ്യൂമൻസ് ക്യാൻ ടോക്ക് അബൌട്ട് ടോപ്പിക്സ് ദാറ്റ് ആർ ഡിസ്പ്ലേസ്ഡ് അല്ലേ? ഇപ്പം നമുക്ക് അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമുക്ക് നമ്മളുടെ എന്താ പറയുക ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച്, നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് അല്ലേ, നമ്മളുടെ പ്രസൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എത്ര ദൂരത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. നമുക്ക്
നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഏത് സമയത്തും നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ലാംഗ്വേജിൻ്റെ, ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ, മനുഷ്യഭാഷയുടെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തിനെക്കുറിച്ചും പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് വേണമെങ്കിൽ ഇപ്പോൾ സംസാരിച്ചുകൂടെ, അതുപോലെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലേ. നമുക്ക് ഈ പ്രസൻറ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്ന് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ, എന്തെങ്കിലും ഒരു നിയമമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ഭാഷയുടെ പ്രത്യേകത, ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റും മറ്റുള്ളവരായിട്ട് അല്ലേ. നമ്മളുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച്, നിലവിലുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അനുഭവങ്ങളെക്കുറിച്ച് അല്ലേ, അതുപോലെ നമ്മളുടെ ഭാവിയെക്കുറിച്ച്, ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. അതൊക്കെ ഈ ഹ്യൂമൻ ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, സോ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് പറയുന്നത്. നമുക്ക് എന്തിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ ആർബിട്രറിനെസ്. ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആർബിട്രറി ആണ്. അതായത് ആർബിട്രറിനെസ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ലിംഗ്വിസ്റ്റിക് ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. റിലേഷൻ ബിറ്റ്വീൻ ലിംഗ്വിസ്റ്റിക് ഫോം ആൻഡ് ഇറ്റ്സ് മീനിങ്സ് ഇസ് ആർബിട്രറി. അതായത് വാക്കുകൾക്ക് ഒരു വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല എന്നുള്ളതാണ് ആർബിട്രറിനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ലാംഗ്വേജ്, മനുഷ്യഭാഷ പ്രത്യേകിച്ചും ആർബിട്രറി ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഒരു വാക്ക്, നമ്മളിപ്പോൾ പട്ടിയെ പട്ടി അല്ലെങ്കിൽ പൂച്ചേനെ പൂച്ച എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഓൾറെഡി ശരിക്കും പട്ടി എന്ന ആ ഒരു വാക്കും ആ ഒരു മൃഗവും തമ്മിൽ ശരിക്കും നോക്കിയാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പട്ടിക്കാരാ പട്ടി എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ പൂച്ചക്കാരാ പൂച്ച എന്ന് പേരിട്ടത് അല്ല, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്ത പേരുകളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വാക്കും ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നാച്ചുറൽ കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. അതാണ് ആർബിട്രറിനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വേർഡ് Calab and dog do not have inherent relationship with a hairy four-legged barking object. ഇപ്പോൾ നമുക്ക് പട്ടിയെ അല്ലേ ആ ഒരു എന്താ വേണമെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ, ഇങ്ങനെ നിറയെ രോമങ്ങളുള്ള നാൽക്കാലിയായിട്ടുള്ള കുരയ്ക്കുന്ന ഒരു വസ്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ അല്ല. അതാണ് ശരിക്കും അതിനെ പട്ടി എന്നൊരൊറ്റ പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ശരിക്കും ആരാണ് പട്ടി അല്ലെങ്കിൽ നായ? ഈ ഒരു വാക്ക് ആരാണ് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മൃഗത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. നമുക്കിപ്പോൾ ഒരു പട്ടിയെ നമ്മളിപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പൂച്ച വരികയാണെങ്കിൽ അത് പൂച്ചയാണെന്നുള്ളത് നമുക്ക് ഉടനടി മനസ്സിലാവുന്ന എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അത് ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പൂച്ച എന്ന് പറഞ്ഞാൽ എന്താ, ഏത് മൃഗമാണെന്ന് നമുക്കറിയാം. പട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയാം. കുതിര അല്ലെങ്കിൽ ആന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ നമുക്കറിയാം. ഒരു വലിയ നമുക്കറിയാം കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് അല്ലേ ആന എന്ന് പറയുന്നത് അല്ലെ. കറുത്തിട്ട് ആകെ നല്ല വലിയ മൃഗമാണ് അല്ലെ. പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മൃഗമാണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പം അവിടെ ആനയ്ക്ക് ആരാണ് ആന എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ ചോദിച്ചാൽ അപ്പം അതാണ് ആ ഒരു നാച്ചുറൽ കണക്ഷൻ ഇല്ല. ശരിക്കും ആന എന്ന ആ ഒരു വാക്കും ആന എന്ന ആ ഒരു മൃഗവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആർബിട്രറിനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ റിഫ്ലെക്സിവിറ്റിയാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. അതായത് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നതാണ് റിഫ്ലെക്സിവിറ്റി. യൂസിങ് ലാംഗ്വേജ് ടു തിങ്ക് ആൻഡ് ടോക്ക് അബൌട്ട് ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. ഓക്കെ, അതായത് ഓൾ ക്രിയേച്ചേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ഇൻ സം വേ ആസ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ മനുഷ്യരെ പോലെ തന്നെ എന്താണ് എല്ലാ ജീവികളും എന്താണ് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം എന്താണ്? ബട്ട് അതർ ക്രിയേച്ചേഴ്സ് ഡു നോട്ട് റിഫ്ലക്റ്റ് ഓൺ ദി വേ ദേ ക്രിയേറ്റ് ദെയർ കമ്മ്യൂണിക്കേറ്റീവ് മെസ്സേജസ്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം. വൺ ബാർക്കിംഗ് ഡോഗ് ഡസ് നോട്ട് അഡ്വൈസ് ദ അതർ ബാർക്കിംഗ് ഡോഗ് സെയിങ് ഹേ യു ഷുഡ് ലോവർ യുവർ ബാർക്ക് ടു മേക്ക് ഇറ്റ് സൗണ്ട് മോർ അലാമിംഗ്. ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടി ഒരിക്കലും മറ്റൊരു പട്ടിയെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ അതിനോട് സംസാരിക്കാൻ നിൽക്കില്ല. അതിനോട് പറയില്ല എന്ത് ഒന്ന് മെല്ലെ കുരയ്ക്കുമെന്ന് പറയില്ല അല്ലേ. ഇതൊക്കെ എന്താണ് ആ മൃഗങ്ങൾക്കിടയിൽ നടക്കുന്നൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, അതാണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെ എന്താണ് യൂസിങ് ലാംഗ്വേജ് ടു തിങ്ക് ആൻഡ് ടോക്ക് അബൌട്ട് ലാംഗ്വേജ് സെൽഫ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻസ് ആർ ക്ലിയർലി ഏബിൾ ടു റിഫ്ലക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് യൂസസ്. അപ്പോൾ മനുഷ്യർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ഒരു ഭാഷ ഉപയോഗിക്കാനും അല്ലേ അതിനെ പ്രാക്ടിക്കലാക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ നാലാമത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നതാണ് ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് ബിയോണ്ട് ടൈം ആൻഡ് പ്ലേസ്, അല്ലെ? സമയത്തിനും സ്ഥലത്തിനും അതീതമായിട്ട് അതിനെല്ലാം അപ്പുറം ഒരു മെസ്സേജ് അതിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് ആനിമൽ കമ്മ്യൂണിക്കേഷൻ സീംസ് ടു ബി ഡിസൈൻഡ് ഫോർ കറന്റ് ടൈം ആൻഡ് പ്ലേസ്. ആനിമൽ കനോട്ട് ടോക്ക് അബൌട്ട് ഇവൻറ്റ്സ് ഫ്രം പാസ്റ്റ്. അതായത് ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അറ്റ് ദ ടൈം, അല്ലെ, അറ്റ് ദാറ്റ് പ്ലേസ്, ആ ഒരു മൊമെന്റിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അവിടെ ആനിമൽസിന് എന്താണ്, മൃഗങ്ങൾക്ക് ഒരിക്കലും ആ ഒരു നിർദ്ദിഷ്ട സമയത്തല്ലാതെ അവർക്ക് എന്താണ് പാസ്റ്റ് അല്ല മുൻപ് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നലകളെ കുറിച്ചൊന്നും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഇല്ല. ഓക്കെ, വെൻ യുവർ ഡോഗ് സേസ് ഗിർ ഇറ്റ് മീൻസ് ഗിർ റൈറ്റ് നൗ. അതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഫുള്ള് എന്താ പറയുക ഡോഗിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ അധികം കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ഒരു പെറ്റ് ഉണ്ട്, നമ്മൾ ഒരു പെറ്റ് ഡോഗിനെ വളർത്തുന്നുണ്ട്. അപ്പം എന്താണ് അത് കുരയ്ക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഇങ്ങനെ ഗിർന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതപ്പം ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു, അല്ലെ? പിന്നീട് അതിനെക്കുറിച്ച് അതപ്പം അവിടെ ആ ഒരു മൊമെന്റിൽ നടക്കുന്നതാണ്, മനസ്സിലായോ? പക്ഷെ മനുഷ്യർക്ക് എന്താണ്, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം, ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കാം, സംസാരിക്കാം, കഴിഞ്ഞു പോയ ഇന്നലകളെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ് അടുത്തത് പറയുന്നത്. അപ്പം ഒറിജിൻ ഓഫ് ലാംഗ്വേജ് പ്രധാനമായിട്ടും ലാംഗ്വേജ്, ഭാഷ എങ്ങനെയാണ് ഉണ്ടായത്, ഓക്കെ, എങ്ങനെയാണ് ഈ ലാംഗ്വേജ് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അപ്പോൾ പ്രധാനമായിട്ടും 5 തിയറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു ലാംഗ്വേജ് ഒറിജിൻ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ബൗ വൗ തിയറി, രണ്ടാമത്തത് ഡിങ് ഡോങ് തിയറി, പിന്നെ മൂന്നാമത്തത് പൂപ്പൂ തിയറി, പിന്നെ യോഹിഹോ തിയറി, പിന്നെ ഗെസ്ചറൽ തിയറി. ഓക്കെ, അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിയും. അപ്പോൾ നമുക്ക് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ഇപ്പോൾ പ്രധാനമായിട്ടും 5 തിയറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഭാഷ ഉത്ഭവിച്ചതിനെ പറ്റി അതിൻ്റെ 5 തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലാംഗ്വേജ് എങ്ങനെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഭാഷ ഉണ്ടായത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ തിയറി പ്രകാരവും എങ്ങനെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ആണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഹ്യൂമൻ ലാംഗ്വേജ്, അല്ലെ, ലാംഗ്വേജ് എന്താണ്, അതുപോലെ എന്താണ് അതിൻ്റെ മീനിങ്, അല്ലെ, ലാംഗ്വേജ് എന്നുള്ളത് എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, ഒരു ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ദെൻ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അല്ലെ, പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ആർബിട്രറിനെസ്, ദെൻ റിഫ്ലെക്സിവിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ 4 ഫീച്ചേഴ്സ്, അല്ലെ, മനുഷ്യഭാഷയുടെ 4 ഫീച്ചേഴ്സ്, പ്രത്യേകതകളെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി ലാസ്റ്റ് സെക്ഷനാണ് നമുക്ക് ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു ഓൾ.